യുവർ ഓണർ, ക്യാമ്പസുകളും മറ്റും കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം നിഗൂഢമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. ഒരു വൈദികന്റെ മകളാണ് ഇവിടെ ഇരയാക്കപ്പെട്ടത് എന്നുള്ളത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു പ്രണയത്തിന്റെ ഭാഗമായുള്ള ഒളിച്ചോട്ടമോ മതം മാറ്റമോ ആയി നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. പ്രതി ഈ പെൺകുട്ടിയെ ബുർക്ക ധരിപ്പിച്ച് വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ പെൻഡ്രൈവ് പൊന്നാനി ലോക്കൽ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തതിന്റെ പോലീസ് റിപ്പോർട്ടും ഈ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ഇതിൽ നിന്നും പ്രതി കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത പ്രവൃത്തിയാണിതെന്ന് നിസ്സംശയം പറയാം. നിഗൂഢമായ ഉദ്ദേശത്തോടുകൂടി പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പൊന്നാനിയിലെ ഒരു മതസ്ഥാപനത്തിൽ വെച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാകുമ്പോഴാണ് പെൺകുട്ടിയെ അതിവിദഗ്ധമായി പോലീസ് രക്ഷപ്പെടുത്തിയത്. ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ വേരുകൾ അറിയാനും പ്രതി ആസിഫ് ബീരാന്റെ തീവ്രവാദ ബന്ധങ്ങൾ കണ്ടെത്താനും പ്രതിയെ UAPE അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. That's all, Your Honor. നമ്മുടെ മുതിർന്ന അഭിഭാഷകൻ ജയശങ്കർ അവர்களോട് എനിക്കൊന്ന് പറയാനുണ്ട്. സാർ ഇത്രയും കാലം പ്രണയിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രായത്തിലെങ്കിലും ഒന്ന് പ്രണയിക്കണം. എന്നാലേ മനസ്സിലാവൂ പ്രണയത്തിന്റെ ഒരു നൊമ്പരം. നമ്മൾ പറയും പ്രണയത്തിന് കണ്ണും കാതും ഇല്ലെന്ന്, പിന്നല്ലേ ജാതി മതവും. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാ പോയി പണി നോക്കാൻ പറയും. ഒബ്ജക്ഷൻ, യുവർ ഓണർ. പ്രണയത്തിന് ജാതിയും മതമൊന്നുമില്ല. ഇവിടെ ഞാൻ ചൂണ്ടിക്കാട്ടിയത് ചിലരുടെ പ്രണയത്തിന് ജാതിയും മതവും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. അതെ, അത് തന്നെയാണ് പ്രശ്നം. ചിലരുടെ മാത്രം പ്രണയത്തിൽ ജാതിയും മതവും നോക്കുന്നു. യുവർ ഓണർ, നമ്മുടെ ഭരണഘടനയിൽ പോലും പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ പ്രോസിക്യൂഷൻ പോലും ചെയ്യുന്നത് പ്രണയിക്കുന്നവരുടെ മതം നോക്കി അത് തടയുക എന്നുള്ളതാണ്. യുവർ ഓണർ, വിവിധ മതക്കാർ തമ്മിൽ പ്രണയിക്കുന്നതിനോ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിനോ ഇവിടെ ആരും എതിരല്ല. മറിച്ച് അതിന്റെ പേരിൽ പെൺകുട്ടികൾ ചതിക്കപ്പെടുകയും തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ കേസിൽ നടന്നിട്ടുള്ളതും അത് തന്നെയാണ്. യുവർ ഓണർ, കുറച്ചു കാലങ്ങളായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന വെറും ആരോപണങ്ങളാണ്. ഇത് ഉന്നയിക്കുന്നവർ ഇത്തരത്തിലുള്ള കേസുകളോ വ്യക്തമായ തെളിവുകളോ ചൂണ്ടിക്കാണിക്കാറുമില്ല. ഡോക്ടർ റസിയ എന്ന പെൺകുട്ടി മതം മാറി ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചതിന്റെ ഭാഗമായി ലവ് ജിഹാദ് ആരോപണം ഉയർന്നപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് അന്ന് നൽകിയ പരാതിയിൽ അന്വേഷണ ഏജൻസി ലവ് ജിഹാദ് കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. മറ്റൊന്ന്, നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന് നൽകിയ മറുപടിയുടെ പകർപ്പാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലവ് ജിഹാദ് ഇസ് നോട്ട് എക്സിസ്റ്റിംഗ് എന്നാണ്. യുവർ ഓണർ, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വിവാഹ ആവശ്യത്തിനായി മതം മാറിയവരുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 90% പെൺകുട്ടികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രണയത്തിൽ പോലും ആണിന്റെ മതത്തിലേക്ക് മാറാൻ പെൺകുട്ടികൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഇവിടെ മാറേണ്ടതും മാറ്റേണ്ടതും. ഇതാണ് വസ്തുത എന്നിരിക്കെ ഒരു സമുദായത്തിന്റെ മാത്രം പ്രണയങ്ങൾ ലവ് ജിഹാദാണെന്ന് ചാപ്പുകുത്താൻ ആരാണ് യുവർ ഓണർ ഇവർക്ക് റൈറ്റ് കൊടുത്തത്? ഒബ്ജക്ഷൻ, യുവർ ഓണർ. പ്രതിഭാഗ വക്കീൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഴുവൻ ആളുകൾ എന്നല്ല, മറിച്ച് ചില ആളുകളെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറച്ചാളുകൾ ചെയ്യുന്ന തെറ്റിനെ ഒരു സമുദായം മുഴുവൻ എങ്ങനെയാണ് കുറ്റവാളികളാകുന്നത്? യുവർ ഓണർ, നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉയരുമ്പോഴൊക്കെ റെഫർ ചെയ്യപ്പെടുന്ന ഒരു കേസുണ്ട്. 3 പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കടത്തിയതായി പറയുന്ന കേസ്. ഇതിൽ അഫ്ഗാനിസ്ഥാനിൽ എത്തപ്പെട്ട പെൺകുട്ടി തിരികെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ പെൺകുട്ടിയുടെ അമ്മ അതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ തിരികെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ അവളുടെ മതമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനും മാതൃകാപരമായി ശിക്ഷിക്കാനും കഴിയും. അല്ലാതെ അതിന്റെ പേരിൽ പവിത്രമായ പ്രണയങ്ങളെ, മതത്തിന്റെ വിഷം തീണ്ടാത്ത യൗവനങ്ങളെ വേർപിരിക്കുന്നതെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കാനുള്ളത്. അവർ പ്രണയിക്കട്ടെ, ജാതിയും മതവും ദേശവും ഭാഷയും ഒന്നും നോക്കാതെ പ്രണയിക്കട്ടെ. യുവർ ഓണർ, ഈ കേസിൽ ഇരയാക്കപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു.